പാർത്ത, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നമ്മളെ വിട്ടിട്ട് വേർപിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് വല്ലാത്ത ദുഃഖമായിരിക്കും. ഒരാൾ വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടന്നു ചെല്ലുന്നത് നിരവധി സ്വപ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും. പക്ഷെ അതിൽ പെട്ടെന്നൊരാൾ ഒരു ദിവസം നമ്മളെ വിട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും മലപ്പുറത്തെ നേഹയ്ക്ക് എന്താണ് പറ്റിയത്? മലപ്പുറത്തെ നേഹയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിനേക്കാൾ കൂടുതൽ അവിടെ ആ ദുഃഖം അനുഭവിച്ച അവളുടെ ഭർത്താവിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. നേഹ എന്തായാലും ദാരുണമായി മരണപ്പെട്ടു. പക്ഷെ ആ ഭർത്താവ് ഇപ്പോഴെന്തായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനും കൂടെ അവളുടെ കൂടെ പോയിരുന്നെങ്കിൽ എന്ന് തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അത്രയ്ക്ക് ദാരുണമാണ് എന്ത് തന്നെയായാലും. മലപ്പുറത്താണ് സംഭവം. മലപ്പുറത്ത് പുളിക്കൽ നജ്മുദ്ദീൻ്റെ മകൾ 22 വയസ്സേ ഉള്ളൂ. 22 വയസ്സുള്ള നേഹ എന്ന് പറയുന്ന പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആഴ്ച, കഷ്ടിച്ച് ഒരാഴ്ച മാത്രം. വരൻ്റെ പേര് ഈ പറയുന്ന എന്താണ് അസ്ഹർ ഫാസിൽ എന്നാണ് വരൻ്റെ പേര്. പുള്ളിക്കാരൻ്റെ വീട് ഈ പൂക്കോട്ടൂരാണ്. പൂക്കോട്ടൂർ ഈ പ്രശസ്തമായ സ്ഥലമാണ് പാലക്കാട് ജില്ലയിൽ, മലപ്പുറം പാലക്കാട് അതിർത്തിയാണ്. അപ്പോൾ അവിടെയാണ് അവിടെയാണ് ഈ സംഭവം നടന്നത്. ഈ സംഭവം നടന്നത് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിരുന്നിന് പോവുമല്ലോ, നിക്കാഹൊക്കെ കഴിഞ്ഞതിന് ശേഷം തുടർച്ചയായി സൽക്കാരത്തിനൊക്കെ പോവുമല്ലോ. അപ്പോൾ അങ്ങനെ സൽക്കാരത്തിന് പോയതാണ് ഒരു കുടുംബ വീട്ടിൽ, ഒരാളുടെ വീട്ടിൽ അടുത്തേക്ക്. 22 വയസ്സുകാരിയാണ്, വെറും 22 വയസ്സ്. അപ്പോൾ 22 വയസ്സ് പറഞ്ഞാൽ കൊച്ചു പ്രായമാണ്, ചെറിയ പ്രായമാണ്. ഇനി ഒരുപാട് ജീവിതം. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട്, ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച മാത്രം. അപ്പം ഈ സൽക്കാരത്തിന് വേണ്ടിയിട്ട് ഈ ബന്ധുവീട്ടിലേക്ക് പോയ ഇവർ തിരിച്ചു വന്നത്, അതായത് ബന്ധുവീട്ടിൽ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന നേഹ അൽഷിഫ കോളേജിൽ, അവിടുത്തെ പെരിന്തൽമണ്ണ അൽഷിഫ കോളേജിൽ, നഴ്സിംഗ് കോളേജിൽ 3ാം വർഷ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. ഒരു ഭാവിയിൽ ഒരു മാലാഖയായി നമ്മളെയൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു രോഗിയുടെ കയ്യാളാവേണ്ട ഒരു മാലാഖയായിരുന്നു അവൾ. പക്ഷെ ആ രീതിയിൽ ആ വിധി ഉണ്ടായില്ല. അങ്ങനെ ആ കോളേജിൽ നിന്ന് ഭർത്താവ് വന്ന് ആ കുട്ടിയെ കൂട്ടി അവർ ഒരുവരും ബൈക്കിൽ ആ ബന്ധുവിൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് തിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച്, കല്യാണം കഴിഞ്ഞ് 5 ദിവസമേ ആയിട്ടുള്ളൂ. 5 ദിവസം കഴിഞ്ഞ് ബന്ധുവിൻ്റെ വീട്ടിലേക്ക് സൽക്കാരത്തിനായിട്ട് പോയതായിരുന്നു. അപ്പോൾ ബന്ധുവിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വരുന്ന വഴിക്കാണ് ഇവർക്ക് ഈ ഒരു അപകടം ഉണ്ടായത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാത. അപ്പോൾ പാലക്കാട് അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ജൂബിലി ജംഗ്ഷൻ അറിയാമല്ലോ, ജൂബിലി ജംഗ്ഷൻ്റെ സമീപത്ത് വെച്ചിട്ടാണ് അപകടം ഉണ്ടായിരുന്നത്. ഇന്നലെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മളെ നാടിനെ നടുക്കിയ വലിയൊരു ദുരന്തം. അതെ, കാര്യം 22 വയസ്സുകാരിയായ നേഹ, വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി, ഒരു കല്യാണ ജീവിതത്തിലേക്ക്, വിവാഹത്തിലേക്ക് കടക്കുന്നു. ഒരുപാട് പ്രതീക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കൾ ഒരാളുടെ കയ്യിലേക്ക് പിടിച്ചേൽപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. അതിനപ്പുറത്തേക്ക് അസർ ഫൈസലിൻ്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ ക്രെയിൻ വരുന്നുണ്ടായിരുന്നു. ക്രെയിൻ വന്നു, ആ ക്രെയിൻ യാദൃശ്യമായിട്ട് ഇവരെ തട്ടുന്നു, ഇടിക്കുന്നു. അങ്ങനെ ഇടിച്ച് ഇവർ രണ്ടുപേർ റോഡിൽ വീഴുകയാണ്. റോഡിൽ വീണിട്ട് ഈ കുട്ടിയുടെ, ഈ 22 വയസ്സുകാരിയായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ ദേഹത്തു കൂടി ആ ക്രെയിൻ കയറി. പറയണ്ടല്ലോ പിന്നെ എന്താ അവസ്ഥ എന്നുള്ളത്. ഉടനെ തന്നെ ആളുകളെല്ലാം കൂടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഹസ്ബൻഡ് അപ്പോൾ രക്ഷപ്പെട്ടോ? അല്ല, ഈ കുട്ടിയെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അതാണ് ഞാൻ പറയാൻ വന്നത്. വിധിയുടെ ഏറ്റവും വലിയ എന്താ പറയുക ക്രൂരത എന്ന് പറയുന്നത്, ഭർത്താവിനൊരു പുറൽ പോലും ഏറ്റില്ല. ഈ നേഹ നമ്മളെ വിട്ടുപോയി. ആ മനുഷ്യൻ്റെ മനസ്സ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുക? എന്തായിരിക്കും അയാൾ ഇനി ഭാവിയിൽ ഈ ദിവസങ്ങളിലൊക്കെ ആ മനുഷ്യൻ ചിന്തിച്ചിരിക്കുക, തീർച്ചയായിട്ടും ഞാനും അവളുടെ കൂടെ പോയിരുന്നെങ്കിൽ എന്ന് മാത്രമായിരിക്കും. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. കാരണം ഒരുപാട് ആശിച്ച്, ഒരുപാട് സന്തോഷിച്ച് നടന്നിരുന്ന അവർ ഒരു 5 ദിവസത്തെ ഗ്യാപ്പ് മാത്രമാണ് തങ്ങളുടെ വിവാഹ ജീവിതത്തിന് കിട്ടുന്നത്. വിവാഹം എന്നത് മാത്രമല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ടതായി കാണുന്ന എല്ലാത്തിനെയും വിട്ടെറിഞ്ഞുകൊണ്ട് പോവേണ്ട ഒരവസ്ഥ. നേരെ തിരിച്ച് തൻ്റെ പ്രിയപ്പെട്ടവളായി കരുതിയിരുന്ന ഒരുവൾ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് പോകുന്നൊരവസ്ഥ. എങ്ങനെയാണ് ഈ ഷോക്ക് ഒരു മനുഷ്യൻ താങ്ങാനാവുക? ആ കുട്ടിയുടെ അമ്മയുടെ കണ്ണുനീർ, ആ ബാപ്പയുടെ കണ്ണുനീർ, ഈ പറയുന്ന എന്താണ് ഈ വരൻ്റെ പിതാവിൻ്റെയും ഉമ്മയുടെയും കണ്ണുനീർ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ആ നാട് തന്നെ കണ്ണീരിൽ മുങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ മരണത്തിന് മാത്രം എന്താണ് പ്രത്യേകത എന്ന് ഒരുപക്ഷെ ആളുകൾ ചോദിച്ചേക്കാം. പക്ഷേ ഒരു 5 ദിവസത്തെ മാത്രം ഇടവേളക്കിടയിൽ ഇത്തരം ഒരു ദുരന്തം സംഭവിക്കുന്നു.
അങ്ങനെ ദുരന്തം സംഭവിച്ചിട്ട് അവിടെ ആ ഭർത്താവ് മാത്രം രക്ഷപ്പെടുന്നു, ആ കുട്ടി ഇല്ലാതായി പോകുന്നു. അതും അന്ന് ആ ഒരു വിരുന്നിന് പോവേണ്ടതില്ലായിരുന്നു എന്ന് അവർക്ക് തോന്നിയേക്കാം ഒരു പക്ഷേ. അത്രയ്ക്ക് വലിയ ഒരു ദാരുണമായ സംഭവം. എന്തായാലും ഇത് അവിടുത്തെ നാട്ടുകാരെ എല്ലാം വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, ഈ വല്ലാതെ പ്രശ്നത്തിലാക്കിയിട്ടുണ്ട്. നാടിനെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് തന്നെയാണ് നേഹ വിട പറഞ്ഞിട്ടുള്ളത്. നേഹയുടെ ആത്മാവിന് നമുക്ക് എന്താണ് നിത്യശാന്തി നേരാം എന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. പക്ഷേ ഇവിടെ വേറെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സുരക്ഷയുടെ ഒരു കാര്യം കൂടി അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം നമ്മുടെ നാട്ടിലിപ്പം ഇവിടെ തന്നെ ഇപ്പം ഈ കൊച്ചിയിൽ തന്നെ പിള്ളേർ വണ്ടി എടുത്തിട്ട് ഗേൾ ഫ്രണ്ടിനെയും ഒക്കെ കൂട്ടി പുറകിലിരുത്തി വണ്ടി എടുത്തിട്ട് പോകുന്നതിൻ്റെ ഒരു രീതിയെ നമ്മൾ ചില രാത്രി ദൃശ്യങ്ങളും അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ നമ്മൾ കാണാനുള്ളതാണ്. അതായത് നല്ല സെറ്റപ്പ് വണ്ടിയായിരിക്കും, ഡ്യൂക്ക് പോലുള്ള അങ്ങനെയുള്ള വണ്ടിയിൽ വളരെ പറപ്പിച്ചിട്ട് പോവും. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരാൾക്ക് തോന്നും ഇവരിപ്പം വീഴും. പുറകിലിരിക്കുന്ന പെൺകുട്ടി ഹെൽമെറ്റ് പോലും ഉണ്ടാവില്ല. അപ്പം അത്രയും എന്താ പറയുക, ഇതിൽ എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് തീർത്തും ഈ ക്രെയിനിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന എന്തെങ്കിലും ആ ഓടിച്ച ആളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ സംഭവിച്ചിരിക്കുന്നത് 2 യുവാക്കളാണ്. നമ്മുടെ നാട്ടിലും ഇത്തരം രീതിയിൽ നിരവധി ആളുകൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം ഈ ക്രെയിനിൻ്റെ മുമ്പിൽ ഇങ്ങനെ ആ ക്രെയിനുമായി ബന്ധപ്പെട്ട് ഒരു നീണ്ട ഇതുണ്ടാവുമല്ലോ, നീണ്ട കരം, ക്രെയിനിന് ഒരു നീണ്ട കരം ഉണ്ടാവും എപ്പോഴും. ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൊന്തി നിൽക്കുന്ന സംഭവം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊരു പക്ഷേ തട്ടിയതായിരിക്കാം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം എന്ത് തന്നെ ആയാലും ആരുടെയോ ഭാഗത്തൊരു പിഴവില്ലാതെ അത് തട്ടില്ല. കാരണം റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഇവർ ഏത് രീതിയിലാണ് വണ്ടി ഓടിച്ചത്, ഇവരുടെ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം പിന്നെ ഗൂഗിൾ പറഞ്ഞതുപോലെ, ഗൗതം പറഞ്ഞതുപോലെ ഈ കൊച്ചി നഗരത്തിലൂടെയൊക്കെ പറപ്പിച്ചു പോകുന്ന സ്ഥിരം ദൃശ്യങ്ങളാണ്. സ്പീഡിലാണ് വണ്ടി പോകുന്നത്. അത് കൊച്ചു കുട്ടികൾ, അതായത് പുറകിൽ, അതും 1 മണി 2 മണി സമയത്ത്, 1 മണി 2 മണി സമയത്താണ് ഈ മെട്രോ പോകുന്ന ലൈനിലൂടെ, താഴത്തെ റോഡിലൂടെ, അതും നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാണ്. എന്തോ ഒരു പോക്കായി പോകുന്നേ. അതായത് ഒന്ന് മെല്ലനെ പോടാ, വീഴുവടാ എന്ന് നമുക്ക് പറയാൻ തോന്നും. അതായത് നമ്മൾ അതിന്റെ ഒരു ഓരം ചാരി നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവിടെ നിന്ന് വേഗം പുറകോട്ട് പോകാൻ തോന്നും. കാരണം അത്രയ്ക്ക് ഭയമാണ്. ഈ ബാക്കിൽ ഇരിക്കുന്നവർ ഇങ്ങനെ ഇരിക്കണം. കാരണം ഈ വണ്ടി പെട്ടെന്ന് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ പുറകോട്ടേക്ക് പോവേ, തലയിൽ ഹെൽമെറ്റും ഉണ്ടാവില്ല, അമ്മാതിരി ഒച്ചയായിരിക്കും. ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആയുസ്സാണ്. തങ്ങളെ കാത്ത് വീട്ടിൽ അച്ഛനും അമ്മയും ഭർത്താവും മക്കളും ഒക്കെ ഉണ്ട് എന്നുള്ള ബോധം ഓടിക്കുന്നവർക്കുണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ വണ്ടി എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് കൊണ്ട് പോയതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ പറയുമ്പോൾ പറയുകയാണ്. ഇപ്പം ക്രെയിൻ ഡ്രൈവർ എടുത്താലും പ്രശ്നമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന കാമുകന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഭാര്യ ദമ്പതികളായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ബൈക്കിൽ പോകുമ്പോൾ ദയവ് ചെയ്തിട്ട് ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത്. ഹെൽമെറ്റൊക്കെ ധരിച്ച്, ഞാൻ തന്നെ മരണപ്പെടേണ്ട ഒരാളായിരുന്നു. ഹെൽമെറ്റ് തലയിൽ വെച്ച ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടിയത് ഒന്ന് ദൈവാനുഗ്രഹവും പിന്നെ തലയിൽ ഉണ്ടായിരുന്ന ഹെൽമെറ്റുമാണ്. കാരണം അന്നാണ് ശരിക്കും പറയാം, അന്നാണ് ഞാൻ ശരിക്കും ഹെൽമെറ്റിൻ്റെ വില അത്രമാത്രം വലിയതാണ് എന്ന് എനിക്ക് ആ ഒരു സംഭവത്തോടു കൂടി മനസ്സിലായി. കാരണം അതെനിക്കൊന്ന് മനസ്സിലായി. കാരണം ഹെൽമെറ്റ് ഞാൻ ധരിക്കാറുണ്ട്, എങ്കിലും മറ്റെല്ലാവരെയും പോലെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഒരു തിരക്കൊന്നുമില്ലാത്ത സുരക്ഷിതമാണ് എന്ന് തോന്നുന്ന ഒരു സ്ഥലം നോക്കുമ്പോൾ നമ്മൾ അറിയാതെ ഹെൽമെറ്റൊക്കെ ഊരിയിട്ട് പലവരും വണ്ടി ഓടിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അതോടുകൂടി മാറി എന്നുള്ളതാണ്. കാരണം ഞാൻ ശരിക്കും ആ ഒരു അനുഭവത്തെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വല്ലാത്തൊരു അനുഭവമായിട്ടാണ് കാണുന്നത്. അപ്പുറത്ത് നിന്ന് വരുന്നത് ഒരു ട്രക്കാണ്, ഒരു മിനി ട്രക്ക്. രാത്രി ഒരു 8 മണിയായിട്ടുണ്ടാവും. അത് ഞാൻ പോകുന്നത് ആ ഭാഗത്തേക്കൊട്ടാണ്, ഇയാൾ വരുന്നത് റോങ് സൈഡാണ്. എന്നാൽ ഞാൻ എങ്ങനെയാണോ പോകുന്നത് ആ വഴിയിലൂടെയാണ് ഇയാൾ വരുന്നത്. ഞാൻ ദൂരത്തുനിന്ന് കാണുന്നുണ്ട്, ഹോൺ അടിക്കുന്നുണ്ട്.
അതും അമ്മാരി സ്പീഡിൽ ഒരാളെ വന്നിട്ട് ഇടിക്കാൻ നോക്കില്ലേ, അമ്മാരി സ്പീഡിലാണ് വണ്ടി വരുന്നത്. ഞാൻ വിചാരിച്ചു ഇയാൾ എന്തോ ഈ കളിക്കുന്നത്. ഞാൻ വിചാരിച്ചു അപ്പുറത്തായിട്ട് കട്ട് ചെയ്ത് പോവായിരിക്കും. നോക്കുമ്പോൾ അയാൾ സ്ട്രെയിറ്റ് ആയിട്ട് വരിക, ലോഡുണ്ട് വണ്ടിയിൽ. ഞാനപ്പം തന്നെ ഈ വണ്ടി ഇങ്ങനെ വരുമ്പം ജസ്റ്റ് സൈഡോട്ടേക്ക്, അതായത് റൈറ്റിലേക്ക് ഇട്ട് എടുത്ത് ഈ ബമ്പറില്ലേ, ബമ്പറിൻ്റെ ഈ സൈഡിൽ തട്ടിയിട്ട് ഭയങ്കരമായിട്ട് തെറിച്ചു പോയി. അങ്ങ് പുറകിലേക്ക് തലയടിച്ചാൽ വീണത്. ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. അതായത് ഡയറക്റ്റ് തലയാണ് ആദ്യം അടിക്കുന്നത്, തലയടിച്ചു വീണു. അതാണ് ഞാൻ പറഞ്ഞ ആ അടിയിൽ, ആ ഒരു ഇതിൽ തലയടിച്ചിട്ടാണ് വീണത്. ഹെൽമെറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഒരു മരണം സംഭവിക്കേണ്ടതായിരുന്നു. ഹെൽമെറ്റ് ഇല്ലായിരുന്നെങ്കിൽ സ്പോട്ട് ഡെഡാണ്. ഒന്നും പറയാനില്ല. എന്തായാലും രക്ഷപ്പെട്ടല്ലോ. അതിൽ പക്ഷേ യാതൊരു തരത്തിലുള്ള പരിക്കും ഏറ്റിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ദൈവാനുഗ്രഹം. തീർച്ചയായും. എന്ത് തന്നെയായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അതീവ ദാരുണമായി സംഭവിച്ച നേഹയുടെ വിയോഗവും അതുപോലെ ഇത്തരം റോഡിൽ പൊലിയുന്ന ഒരുപാട് ജീവനുകളും ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കുക. ഞാൻ ഈ പറഞ്ഞ അനുഭവം ഒരുപാട് പേരുടെ അനുഭവമായിരിക്കും.